ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കുമ്പോൾ MS ധോണി വ്യത്യസ്തനായ ഒരു നായകനാണ് എന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി പറഞ്ഞു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഇടവേളയ്ക്ക് ശേഷം ചെന്നൈ ധോണിയുടെ നായകത്വത്തിന് കീഴിൽ കളത്തിലിറങ്ങാനിരിക്കെയാണ് ഗാംഗുലിയുടെ പ്രതികരണം. ഗാംഗുലിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ധോണി ഇന്ന് ചെന്നൈയെ നയിക്കുമെന്ന് CSK മാനേജ്മെന്റ് അറിയിച്ചതെന്നും ശ്രദ്ധേയമായി. ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് കൈമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നില്ല. IPL 2024 തൊട്ട് മുമ്പാണ് ധോണിയിൽ നിന്നും CSKയുടെ ക്യാപ്റ്റനായി ഗെയ്ക്വാദ് ചുമതലയേറ്റത്. എന്നാൽ കഴിഞ്ഞ വർഷം ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനായിരുന്നില്ല. ഈ സീസണിലെ 5 മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് ചെന്നൈക്ക് ലഭിച്ചത്. അതിനാൽ തന്നെ ഇന്ന് ധോണി വീണ്ടും മഞ്ഞപ്പടയെ നയിക്കാൻ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ഇതിനിടെയാണ് ധോണിയെക്കുറിച്ചുള്ള ഗാംഗുലിയുടെ പ്രതികരണം. MS ധോണിക്ക് ഇപ്പോഴും സിക്സറുകൾ അടിക്കാൻ കഴിയും. നമ്മൾ അത് മുൻ മത്സരങ്ങളിൽ കണ്ടതുമാണ്. CSKയ്ക്ക് വേണ്ടി കളിക്കുന്നുവെങ്കിൽ അദ്ദേഹം ടീമിന്റെ ക്യാപ്റ്റനായി തന്നെ ആയിരിക്കണമെന്നും ഗാംഗുലി പറഞ്ഞു. ക്യാപ്റ്റൻ ധോണി വ്യത്യസ്തനായ ഒരാളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ധോണിക്ക് 43 വയസ്സായി. 2005-ൽ ഞാൻ കണ്ട ധോണിയെ നിങ്ങൾക്ക് ഇനിയും കാണാനാകുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് തികച്ചും സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും പന്ത് ക്ലിയർ ചെയ്യാനും സിക്സ് അടിക്കാനുമുള്ള ശക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും സൗരവ് ഗാംഗുലി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ അദ്ദേഹം കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പോഴും സിക്സുകൾ നേടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ അനുഭവ സമ്പത്തും അദ്ദേഹം നേടിയ നേട്ടങ്ങളും ഉപയോഗിച്ച് കളിയെ മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കുന്ന ക്യാപ്റ്റനാണ് അദ്ദേഹം. CSKയ്ക്ക് വേണ്ടി ശരിയായത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുണ്ട് എന്നും ഗാംഗുലി പറഞ്ഞു. 133 വിജയങ്ങൾ നേടിയതും CSKയെ 5 കിരീടങ്ങളിലേക്ക് നയിച്ചതും ഉൾപ്പെടെയുള്ള IPL ക്യാപ്റ്റൻസി റെക്കോർഡുകളെല്ലാം ധോണിയുടെ പേരിലാണ്. അതേസമയം ഗെയ്ക്വാദിന് പരിക്കേറ്റതോടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാനുള്ള ടീമിന്റെ ആവശ്യം ധോണി ഏറ്റെടുക്കുകയായിരുന്നുവെന്നും CSK പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞു. ഗെയ്ക്വാദ് പരിക്ക് മൂലം പുറത്തായതിനെ തുടർന്നാണ് ധോണി ക്യാപ്റ്റനാകാൻ തയ്യാറായത്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന IPL 2023-ലെ ഫൈനലിലാണ് ധോണി അവസാനമായി CSKയെ നയിച്ചത്. ഗെയ്ക്വാദിന്റെ കൈമുട്ടിനേറ്റ പരിക്കിൽ ആശങ്കയുണ്ട് എന്നും സ്കാനിങ്ങിലും എക്സ്റേയിലും കൈക്ക് പൊട്ടലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഫ്ലെമിംഗ് പറഞ്ഞു. അതേസമയം ടീമിന്റെ നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമ്പോൾ ധോണിക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഉള്ളത്. പോയിന്റ് പട്ടികയിൽ അവസാന നിരയിലാണ് ചെന്നൈ. മുംബൈ ഇന്ത്യൻസിനെതിരായ സീസണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചതിനു ശേഷം തുടർച്ചയായി 4 തോൽവികൾ CSK ഏറ്റുവാങ്ങി.